ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत। ഓ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് അധ്യായം 4 36 ശ്ലോകം മുതൽക്കാണ് നടക്കുന്നത്. अपि चेत् अशि पापेभ्यः सर्वेभ्यः पापकृत्तमा सर्वं ज्ञानप्लवेनैव वृजिनं सन्दरिष्यसि। अपि चेदशि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजिनं सन्दरिष्यसि। मंगला माता जी। हरे कृष्ण। हरे कृष्ण। तमाम प्रभुजी हरे कृष्ण। हरे कृष्ण। ओम नमो भगवते वासुदेवाय। अभिच्छेदसि पापेभ्यः सर्वेभ्यः पापकृत्तमा सर्वं ज्ञानप्लवेनैव वृजिनं सन्तरिष्यसि। हरे कृष्ण। ओके स्मिता माता जी। कृष्ण। ओम नमो भगवते वासुदेवाय। अभिच्छेदसि पापेभ्यः सर्वेभ्यः पापकृत्तमः सर्वं ज्ञानप्लवेनैव वृजिनं सन्तरिष्यसि। ओके प्रदीप प्रभु। हरे कृष्ण। अभिच्छेदस्य पापेभ्यो सर्वेभ्यो पापकृत्तमा सर्वं ज्ञानप्लवेनैव वृजिनं सन्दरिष्यसि। हरे कृष्ण। श्यामला माता जी। हरे कृष्ण। नमो भगवते वासुदेवाय। अभिच्छेदसि पापेभ्यः सर्वेभ्यः पापकृत्तमा सर्वं ज्ञानप्लवेनैव वृजिनं सन्तरिष्यसि। പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും അതീന്ദ്ര ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും. Very good. Even if you are considered to be the most sinful of all sinners, when you are situated in the boat of transcendental knowledge, you will be able to cross over the ocean of miseries. എന്താണ് ഭഗവാൻ പറയുന്നത്? നമ്മളെ പാപികളിൽ വെച്ച് ഏറ്റവും വലിയ പാപികളായാലും കൂടിയോട്ടെ നമ്മൾ ഈ ദിവ്യമായിട്ടുള്ള ജ്ഞാനം ആർജിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭവസാഗരം ദുഃഖസാഗരം കരകയറാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്ന് കരകയറണമെങ്കിൽ നമുക്ക് എന്താണ്? ട്രാൻസെൻഡൻ്റൽ നോളജ് വേണം, ദിവ്യമായിട്ടുള്ള ജ്ഞാനം വേണം. അത് ആർജിച്ചത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ആ പാപകർമ്മങ്ങളിൽ ഏർപ്പെടാതിരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ദുഃഖസാഗരത്തിൽ നിന്ന് സംസാര സാഗരത്തിൽ നിന്ന് കരകയറാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു പാപിയാണെങ്കിൽ അയാൾ ആ പാപകർമ്മങ്ങളെല്ലാം നിർത്തിയിട്ട് ഒരു നല്ലൊരു മനുഷ്യനായി തീർന്നാൽ വീണ്ടും അത് നമ്മൾ കുത്തി പറയാൻ പാടില്ല ഒരാളെ. അയാൾ അങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു, അയാൾ അങ്ങനെയായിരുന്നു. പ്രഭുപാദരുടെ ഡിസൈപ്പിൾസൊക്കെ ഏർലി ഡിസൈപ്പിൾസ് അല്ലേ, എല്ലാവരും പല
പാപകർമ്മങ്ങളിലും ഏർപ്പെട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ഇനീഷ്യൽ പ്രഭുപാദെ കാണുന്നതിന് മുമ്പ് പ്രഭുപാദരെ ആ സമ്പർക്കത്തിന് ശേഷം അവരെല്ലാം നിർത്തി. ഇപ്പോഴും നമ്മൾ അതിൽ പറഞ്ഞിട്ട് അവരെ പഴിക്കാൻ പറ്റുമോ? അവരെല്ലാം ഫസ്റ്റ് ക്ലാസ് സിറ്റിസൺസ് ആയി, ആചാര്യന്മാരായി, മഹാരാജകന്മാരായി, ബ്രഹ്മചാരികളായി, നല്ല ഗൃഹസ്ഥ ഡിവോട്ടീസായി. ഇപ്പോഴും ആ പഴയ കാലത്തെ ഓർമ്മ നമ്മൾ അതിനെ വീണ്ടും പൊക്കി പിടിച്ചിട്ട് അങ്ങനെ ആയിരുന്നില്ലേ, ഇങ്ങനെ ആയിരുന്നില്ലേ പറഞ്ഞിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ പാടില്ല, സംബോധന ചെയ്യാൻ പാടില്ല. അപ്പോൾ അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. എത്ര തന്നെ വലിയ പാപികളായാലും ശരി, നമ്മൾ ആ വേണ്ടുന്ന ദിവ്യമായിട്ടുള്ള തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംസാര സാഗരം കര കടക്കാൻ പറ്റും. ഇപ്പം നമ്മൾക്ക് ഒരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഒരാളെ നമ്മുടെ മനസ്സിൽ ഒരു രൂപം എടുത്തു കഴിഞ്ഞാൽ ഈ ആള് നല്ലതാണ്, അല്ലെങ്കിൽ ഈ ആള് കൊള്ളില്ല, എപ്പോഴും അതന്നെ ആയിരിക്കും. എത്ര തന്നെ അയാളെ ട്രാൻസ്ഫോം ചെയ്താലും ശരി, ഒരു നല്ലൊരു മനുഷ്യൻ തെറ്റായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും ശരി, അപ്പോഴും നമ്മൾ കൂടുതൽ നമ്മളുടെ ഒരു ആദ്യത്തെ ഫോക്കസ് എന്താണോ അതായിരിക്കും. അപ്പം മെച്യൂരിറ്റി ഓരോ പീരീഡ് ഓഫ് ടൈം പതുക്കെ അപ്പോൾ ഒരു 10 വർഷം മുമ്പ് നമ്മൾ എന്തായിരുന്നു, ആ ഒരു പക്വത ലെവലല്ല ഇപ്പോൾ നമുക്കുള്ളത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട്. ആ ഫേസസിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം നമ്മളുടെ പക്വത കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു തെറ്റ് ചെയ്ത് പറഞ്ഞ് എപ്പോഴും ആ തെറ്റ് പറഞ്ഞ് നമ്മൾ ഒരാളെ മുദ്ര കുത്താൻ പാടില്ല. അപ്പോൾ അവർക്ക് ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ പുതിയ ആ ലൈഫിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവരെ നല്ല ആൾക്കാരായിട്ട് കാണാൻ നമ്മൾ ശ്രമിക്കണം. വീണ്ടും പഴയ കാലത്തെ ആ ഓർമ്മയെ പുതുക്കിക്കൊണ്ടിട്ട് അവരെ അങ്ങനെയുള്ള ഒരാളായിട്ട് മുദ്ര കുത്തി നമ്മുടെ സൊസൈറ്റിയിൽ അവരെ കാണാൻ പാടില്ല എന്ന് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. എന്നുവെച്ചാൽ പല അറിഞ്ഞും അറിയാതെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ. പക്ഷെ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു. അത് ചെയ്യാതിരിക്കാൻ ഇനി ശ്രമിക്കുന്നു. നല്ല സിറ്റിസൺസായിട്ട്, നല്ല ഭക്തന്മാരായിട്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പഴയ കാലത്തെ വീണ്ടും കുത്തിപ്പൊക്കാതെ അതിനെ വീണ്ടും ഓർത്ത് അവരെ ആ ഒരു പേരിലോ രൂപത്തിലോ കാണാൻ നമ്മൾ പാടില്ല. ഏതൊരു ഒരുവനും പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അത് പറയുന്നുണ്ട്, എവറി സിൻഫുൾ പേഴ്സൺ ഹാസ് എ ഫ്യൂച്ചർ, ആൻഡ് every dacoit has a future, and every sane person also has something to do in the future. I mean, something bad he may also do. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ഏത് വ്യക്തിയാണ് ഏത് സമയത്തിലാണ് അവർ നല്ല ആളായി തീരുക. ഈവൻ നല്ലൊരാളും ചിലപ്പോൾ പാപകർമ്മങ്ങളിൽ ഏർപ്പെടാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഫാന് നമ്മൾ ഓൺ ചെയ്താൽ അത് ഓഫ് ചെയ്ത ശേഷം കുറച്ച് സമയം എടുക്കും. അപ്പോൾ ആ ഒരു കർമ്മത്തിൻ്റെ ഒരു എഫക്റ്റാണ്. കുറച്ച് സമയം എടുക്കും ആ ഒരു ഇൻഫ്ലുവൻസ് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേഷ്യൻസ്, അവരെ ക്ഷമയോട് കൂടിയിട്ട് അവരെ ഒരു നല്ല രീതിയിലേക്ക്, നല്ല തലത്തിലേക്ക് വളരാൻ നമ്മളും അവരെ സഹായിക്കുകയാണ് വേണ്ടത്. നേരെ മറിച്ച് അവരെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്. എന്താണ് പർപ്പോട്ടിലും നോക്കാം നമുക്ക്. പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വൺസ് constitutional position in relationship to Krishna is so nice that it can at once lift one from the struggle for existence which goes on in the ocean of nations. This material world is sometimes regarded as an ocean of nations and sometimes as a blazing forest. Samsara dava analita loga. അല്ലേ? അപ്പോൾ ഈ മെറ്റീരിയൽ വേൾഡിനെ, ഭൗതിക പ്രപഞ്ചത്തിനെ ഒന്നല്ലെങ്കിൽ ഒരു കാട്ടുതീ പടർന്ന പോലുള്ള ഒരു വനമായിട്ടും അല്ലെങ്കിൽ ഓഷ്യൻ ഓഫ് നേഷൻസ്, അതായത് സാഗരമായിട്ടും എന്നതിൻ്റെ അറിവില്ലായ്മയുടെ രണ്ടോടും ഉപമിച്ചിട്ടുണ്ട്. സോ ഇൻ ദ ഓഷ്യൻ, however expert a swimmer one may be, the struggle for existence is very severe. ഇപ്പം നമ്മൾ ഒരു സമുദ്രത്തിൽ ചെന്നുപെട്ടു, എത്ര വലിയ എക്സ്പേർട്ട് സ്വിമ്മർ ആയാലും ശരി, നമുക്ക് നീന്തി കടക്കാൻ പറ്റില്ല, നമുക്ക് രക്ഷയില്ല. അവിടെ ഒരേ ഒരു രക്ഷയുള്ളൂ, ആരെങ്കിലും ഒരു ബോട്ട് വന്നിട്ട് നമ്മളെ രക്ഷിക്കണം. അല്ലാണ്ട് നമുക്ക് നീന്തിയിട്ട് ഒരു സാഗരം, ഒരു സമുദ്രം മറികടക്കാൻ പറ്റില്ല. ചെറിയ പുഴയൊക്കെ ആണെങ്കിൽ, എക്സ്പെർട്ട് സ്വിമ്മറാണെങ്കിൽ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് നീന്തി എത്താൻ പറ്റും. പക്ഷേ സാഗരത്തിൽ നടക്കില്ല.
അത് വളരെ സീവിയർ ആണെന്ന് പറഞ്ഞു. ഇഫ് സമൺ കംസ് ഫോർവേഡ് ആൻഡ് ലിവ്സ് ദ സ്ട്രഗ്ലിംഗ് സ്വിമ്മർ ഫ്രം ദ ഓഷ്യൻ ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് സേവിയർ. ഇപ്പം ഏതെങ്കിലും ഒരാൾ, ഒരു ബോട്ടോ ഒരു ഷിപ്പോ വന്നിട്ട് നമ്മൾ രക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അല്ലാണ്ട് സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതേപോലെയാണ് ഈ ജന്മം, മൃത്യു, ജരാവ്യാധി. ഒരു വലിയൊരു സാഗരം അല്ലേ, അത് പറയുന്നുണ്ടല്ലോ, തമാതിദേവം കരുണാനിധാനം. ഓക്കെ, തമാലവർണം സുഹിതാവതാരം, അപാര സംസാര സമുദ്ര സേതു. അപാര സംസാരമാണ്. ഓക്കെ, അപാരം എന്ന് പറഞ്ഞാൽ ഭാഗവത മഹാത്മ്യം, ഭാഗവതത്തിൽ പുരാണമൊന്നുമില്ല. അപ്പൊ അപാര സംസാര അപ്പൊ അപാരമാണ് അത്. അപാരം എന്ന് പറയുന്നത് നമ്മളുടെ മെറ്റീരിയൽ ഓഷ്യന്. ഓക്കെ, ഈ ഭൂമിയിലത്തെ ഓഷ്യൻസിന് കരകളുണ്ട്. ഓക്കെ, നമുക്കറിയാം അതിൻ്റെ ഡെപ്തും വിഡ്ത്തും അതിൻ്റെ ലെങ്ത്തും ഒക്കെ അറിയാം. അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം, ഇതെല്ലാം നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഈ സംസാര സാഗരത്തിൻ്റെ കര നമുക്കറിയില്ല. എവിടുന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഴം, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. സംസാര സാഗരം എന്താണ് സംസാര സാഗരം എന്ന് പറഞ്ഞാൽ? എന്താണ് സംസാര സാഗരം? ഇവിടെ കഴിയുന്ന ഭൗതിക ജീവിതത്തിൽ നമ്മൾ കഴിയുന്നതിനല്ലേ സംസാര സാഗരം എന്ന് പറയുന്ന പ്രഭുജി? അപ്പൊ എക്സാക്ട്ലി എന്താണ്? ജനന മരണം. ജന്മം, മൃത്യു, ജരാവ്യാധി. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഈ ജന്മം നമ്മൾ ആദ്യം തുടങ്ങിയിരിക്കുന്നത്? നമുക്ക് ആദ്യം പറയാൻ പറ്റുമോ? ഇല്ല. ഈ ഭൗതിക ലോകത്തിൽ എപ്പോഴാണ് നമ്മൾ വന്നത്? ഇതിന്റെ അവസാനം എപ്പോഴാണ് അറിയാൻ പറ്റുമോ? ആർക്കും അറിയാൻ പറ്റില്ല. അതാണ് അപാരമാണത്. നമുക്ക് മറ്റത് കണക്ക് കൂട്ടാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ ഇന്ത്യൻ ഓഷ്യൻ, അല്ലെങ്കിൽ പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇത് എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഏകദേശം കണക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സംസാര സാഗരത്തിന്റെ കണക്ക് ആർക്കും അറിയില്ല. നമ്മൾ എപ്പോഴാണ് ഈ സംസാര ജീവിതം തുടങ്ങിയിരിക്കുന്നത്? അതായത് ഈ ഭൗതിക ലോകത്തിൽ എപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വന്നു ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അത്രയും അപാരമാണ്. അപ്പൊ അപാര സംസാര സമുദ്ര സേതും, ഈ അപാരമായിട്ടുള്ള ഈ സമുദ്രം നമുക്കറിയില്ല എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, എവിടെ തുടങ്ങി എവിടെ അവസാനിക്കും നമുക്കറിയില്ല. അത് മറികടക്കാൻ വേണ്ടി ഒരു സേതു. എന്താണ് സേതു പറഞ്ഞാൽ? ഒരു പാലം അല്ലേ? നമ്മുടെ ശ്രീരാമചന്ദ്രൻ ഉണ്ടാക്കിയില്ലേ സേതുബന്ധനം. അവർ പാലം നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ പാലം? എന്താണ് പാലം? നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ സരളമായിട്ട് ഈ പാലത്ത് കൂടെ മറ്റേ സൈഡിലേക്ക്, മറുകരയിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അതായത് ആധ്യാത്മിക ലോകത്തു നിന്ന്, ഭൗതിക ലോകത്തു നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് എത്താനുള്ള വളരെ സരളമായിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു പാലം പണിതുണ്ട്. എന്താണ് ഈ പാലം? ഭക്തിയുടെ പാലം, ഭഗവാൻ പ്രാം. ഭക്തി. ഓക്കെ, വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ എന്താണ് പാലം? അതൊക്കെയാണ്. പക്ഷെ ഇവിടെ ഈ ശ്ലോകത്തിൽ എന്താണ് അതിന്റെ അർത്ഥം? നാമജപം ശരിയാണ്, ഭക്തി പറഞ്ഞ് ശരിയാണ്. പക്ഷേ അപാര സംസാര സമുദ്ര സേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. ഭാഗവത സ്വരൂപം, ഭാഗവതം, ശ്രീമദ് ഭാഗവതം. എന്താ പറഞ്ഞ? ഇപ്പൊ പ്രഭുജി പറഞ്ഞ ഈ ശ്ലോകം ഉണ്ടല്ലോ, ഇത് ഭാഗവതത്തെയാണ് പ്രഭുജി? അല്ല, ഭാഗവതല്ല, ഇത് ഭാഗവത മഹാത്മ്യത്തിനെ പറ്റിയിട്ടാണ്. പുരാണങ്ങൾ, പത്മപുരാണത്തിൽ തന്നെയാണ്. അപ്പോ അത് തമാതിദേവം കരുണാനിധാനം തമാലവർണം സുഹിതാവതാരം അപാര സംസാര സമുദ്ര സേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. അപ്പൊ ഈ സേതു, പ്രഭുജി, ഇത് പ്രഭുജി ചൊല്ലലില്ലേ? ഭാഗവതം വായിക്കുമ്പോ ചൊല്ലാറുള്ള അതിന് ഭാഗവത മഹാത്മ്യത്തില്. അപ്പോ ഈ സേതു, അതായത് ഈ പാലം, സംസാര സാഗരം മറികടക്കാനുള്ള ഈ പാലം എന്താണ്? ഭാഗവതം.
ഭഗവാൻ സുഹിത അവതാരമാണ്. അതായത് ലിറ്ററി ഇൻകാർണേഷൻ ആണ് ഭഗവാൻ. ലിറ്ററി ഇൻകാർണേഷൻ എന്താണ്? ഭാഗവതം. അപ്പൊ ഈ പാലം ഉപയോഗിച്ചിട്ട് നമുക്ക് മറുകരയിലേക്ക് പോകും. ഈ മറുകര എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ലോകം. ഏഹ് ആധ്യാത്മിക ലോകം. ആധ്യാത്മിക ലോകം, പരാപ്രകൃതി, അല്ലേ? ഭഗവാന്റെ ധാമിലേക്ക് പോകാൻ പറ്റും. അപ്പൊ ഈ ഓഷ്യൻ, അതായത് ഈ മെറ്റീരിയൽ ഓഷ്യൻ, സംസാര സാഗരം, നമ്മളുടെ മറ്റേ മെറ്റീരിയൽ ഓഷ്യനെ പോലെയല്ല. ഇന്ത്യൻ ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, പസഫിക് ഓഷ്യൻ പറഞ്ഞില്ലേ, അതേപോലെ അതിനൊക്കെ നമുക്ക് കണക്കുണ്ട്. എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, അതിൻ്റെ ഡെപ്ത്, ലെങ്ത്, വിഡ്ത്ത് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ മറ്റേ നമ്മുടെ സംസാര സാഗരത്തിന് ഒരു കണക്കും ആർക്കും അറിയില്ല. പക്ഷെ എങ്കിലും കൂടിയിട്ട് ആ സംസാര സാഗരം കരകയറാൻ നമുക്ക് വളരെ എളുപ്പ ആക്കി തന്നിട്ടുണ്ട് ഭഗവാൻ. നിങ്ങൾ പറഞ്ഞ ഭക്തിമാർഗം, നാമസങ്കീർത്തനം, നാമജപം, അതിലും ഉപരിയായിട്ട് നമുക്ക് ഇവിടെ ഭാഗവതം തന്നിട്ടുണ്ട്. ഭാഗവതം ജ്ഞാനം കിട്ടിയാലാണ് നമുക്ക് ഭക്തി കിട്ടുള്ളൂ, അതേപോലെ നാമം കിട്ടുള്ളൂ, അല്ലേ? കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. നാമം വേണം, നാമം ഇല്ലാണ്ട് നടക്കില്ല. നാമം ടോപ്പ് മോസ്റ്റ് ആണ്. പക്ഷെ ആ നാമം ചൊല്ലണം എന്നുള്ള അറിവ് എവിടുന്ന കിട്ടുന്നത്? ഭാഗവതത്തിൽ നിന്ന്. അപ്പൊ അതാണ് പാലം. So if someone comes forward and lifts the struggling swimmer from the ocean, he is the greatest savior. അപ്പൊ ആരാണത്? നമ്മൾ രക്ഷപ്പെടുന്ന ആളാണ്. അതാണ് ഗുരു, ഗുരുജനങ്ങൾ. Perfect knowledge received from the Supreme Personality of Godhead is the path of liberation. നമ്മളെ മുക്തിയിലേക്ക് നയിക്കും ഈ ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞാൽ. The boat of Krishna consciousness is very simple, but at the same time the most sublime. അപ്പോൾ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൻ്റെ ഈ ഒരു പന്ഥാവ് വളരെ വളരെ സരളമാണ്, അതേപോലെ മോസ്റ്റ് സബ്ലൈം, ഏറ്റവും ശ്രേഷ്ഠവുമാണ് എന്നാണ് പറയുന്നത്. നമ്മളതിനെ വളരെ ലൈറ്റായിട്ട് കാണാൻ പാടില്ല. കൃഷ്ണ കോൺഷ്യസ്നെസ് പറഞ്ഞാൽ അതൊക്കെ എപ്പോഴും ഞാൻ എപ്പോഴും 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആണ് പറയും, എല്ലാവരും പറയും. പക്ഷെ ആരെങ്കിലും ആണെന്ന് വെച്ചാൽ അല്ല, അത്ര ഈസി അല്ല. അപ്പോൾ പ്രഭുപാദ പറയാം, ഇറ്റ് ഈസ് വെരി സിമ്പിൾ ഫോർ ദ സിമ്പിൾ ആൻഡ് കോംപ്ലെക്സ് ഫോർ ദ കോംപ്ലെക്സ്. അപ്പോൾ നമുക്ക് തോന്നും അത് സിമ്പിളാണെന്ന്, പക്ഷെ അത് ശരിക്കും നമുക്കത് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. കാണാനും കേൾക്കാനൊക്കെ വളരെ സിമ്പിളായിരിക്കും. പക്ഷെ ടു ബി കൃഷ്ണ 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹരേ കൃഷ്ണ കേൾക്കുന്നില്ലേ? കേൾക്കാൻ പോകുന്നു. ഓക്കെ, ഇവിടെ ലൈറ്റ് ഒന്ന് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 24 മണിക്കൂറും ഭഗവാനെ സതതം കീർത്തയന്തോ മാം, ആ തലത്തിലേക്ക് ഉയരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ജ്ഞാനം വേണം. ആ ജ്ഞാനം നമുക്ക് ആർജിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗുരുജനങ്ങൾ വേണം, സത്സംഗം വേണം. ഇപ്പോൾ ഭഗവത്ഗീത, ഭാഗവതം എന്നീ തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ മാത്രമേ അത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ഇത് ആർജിച്ചെടുക്കാം, എങ്ങനെ തിരിച്ച് നമ്മളുടെ ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റും, ഇതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്ത് നടക്കൂ, അല്ലാണ്ട് അത് പറ്റില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും എനി ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? അത് പണി നടക്കാം. ഹരിബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ. എന്തെങ്കിലും ഉണ്ടോ ഇതില്? ഓക്കെ, അപ്പൊ അടുത്ത് 37 പോവാം. ഇവിടെ പ്രഭുജി രക്ഷകൻ എന്ന് പറയുന്നത് ഗുരുവിനെയാണോ? അതെ, നമ്മളെ രക്ഷിക്കാൻ ഒരു എക്സ്പേർട്ട് സ്വിമ്മർ ആയാലും പോലും നമുക്ക് സ്വയം രക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളെ നമ്മുടെ 2 കൈയും കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ 2 കൈയും ഫ്രീ ആയിട്ടുള്ള ഒരാൾ വന്നാലേ നമ്മളെ കെട്ടഴിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഗുരു, ആചാര്യന്മാരെ, ഇവരെല്ലാം സെൽഫ് റിയലൈസ് സോളാണ്, അല്ലേ? അവർക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. നമ്മൾ ബന്ധനത്തിലാണ് ഇപ്പോൾ. എങ്ങനെയാണ് നമ്മൾ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സംസാര സാഗരത്തില്? 3 ഗുണങ്ങളാലാണോ? 3 ഗുണങ്ങളാൽ, അല്ലേ? ആ 3 ഗുണങ്ങളാൽ ബന്ധിച്ചത് കൊണ്ട് നമുക്ക്
ഇവിടുന്ന് കരകയറാൻ ഒറ്റയ്ക്ക് പറ്റില്ല, ഒരാളുടെ സഹായം വേണം. അപ്പൊ ആരാണോ ഈ 3 ഗുണങ്ങളിൽ നിന്നും അപ്പുറത്ത് നിൽക്കുന്നത് അവർക്ക് മാത്രമാണ് കെട്ടഴിക്കാൻ പറ്റും. അവർക്ക് മാത്രമാണ് നമ്മളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഗുരുവാണ് അവിടെ. പ്രഭുപാദ ഒരു സമയത്ത് 1970s ചില ഡിവോട്ടീസ്, ചില ഭക്തന്മാര് സംശയം, പ്രഭുപാദ നമ്മളെപ്പോഴും സേവ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ എപ്പോഴും ഭഗവാന്റെ സേവനത്തിൽ നമ്മൾ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം 16 മാല ചൊല്ലേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചു. അപ്പൊ തന്നെ പ്രഭുപാദയ്ക്ക് ഭയങ്കര വിഷമം തോന്നി. ആരാണ് നിങ്ങളോട് പറഞ്ഞത് ഈ കാര്യം? 16 മാല മിനിമം അത് ചെയ്തിട്ട് വേണം ബാക്കി സേവല്ലോ. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കാൻ പാടില്ല. 16 മാല മിനിമമാണ്. 64 മാലയും തുടങ്ങിയിട്ട് 16 മാലയിൽ പ്രഭുപാദർ മേഴ്സി കൊണ്ടാണ് എത്തിയിരിക്കുന്നത്. ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ സമയത്ത് 64 മാലയായിരുന്നു. പ്രഭുപാദിക്ക് അറിയാം കലികാലത്ത് സാധാരണ ജനങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അതിനെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതിനെല്ലാം കൺസെഷൻ ഡിസ്കൗണ്ട് തന്നിട്ട് 16 മാലാക്കിയത്. അതും ചെയ്യാൻ അവർക്ക് മടിയാണെങ്കിൽ എന്തായിരിക്കും? അപ്പോൾ ആ മായയുടെ ആ ഒരു ബലം പ്രഭുപാദ ആലോചിക്കുകയാണ്. എത്ര സ്ട്രോങ് ആണ് മായ. ഒരു നിമിഷം കിട്ടിയാൽ മതി. ഒരു നിമിഷം കൂടി നമ്മളെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പാടില്ല, ഫുള്ളി പാക്കേജ് ആയിരിക്കണം. ഒരു നിമിഷം കിട്ടിയാൽ മായ കയറി കൊടുക്കും. നമ്മൾ 24 മണിക്കൂറും നമ്മൾ എൻഗേജ് ആയിരിക്കണം. കാരണം 10 മണിക്കൂർ 12 മണിക്കൂർ കണ്ടിന്യൂസ് നാമജപം, ഭാഗവത പാരായണം, ഭഗവത്ഗീത വായിക്കൽ, ഡെയിറ്റി വേർഷിപ്പ്, സത്സംഗം, ഫെസ്റ്റിവൽസ്, ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അത് 10-12 മണിക്കൂർ ഒരു ദിവസം ചെലവഴിക്കുമ്പോൾ നമുക്ക് മായയ്ക്ക് സമയം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ നമ്മൾ ടയർഡായി ഉറങ്ങും. വീണ്ടും പിറ്റേ ദിവസം എഴുന്നേറ്റു, വീണ്ടും തന്നെ. അപ്പം മായയ്ക്ക് ഒരു പഴുത് കൊടുക്കാൻ പാടില്ല. ഒരു ചെറിയ പഴുത് കൊടുത്താൽ അവിടെ കയറി കൊടുക്കും. അപ്പം നമ്മൾ പിടിക്കും. അതുകൊണ്ട് ടോട്ടലി എൻഗേജ് ആയിരിക്കണം കൃഷ്ണ കോൺഷ്യസ് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ. ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല നമ്മൾ 24 മണിക്കൂറും ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ ചാൻറ്റിങ് മിനിമം 16 അവിടെ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടണം. സേവയും അതേപോലെ ഭഗവത്ഗീത, ഭാഗവത പാരായണം, ചാൻറ്റിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകണം. ബീഡ് ആൻഡ് ബ്രൂം. എന്താണ് ബ്രൂം എന്ന് പറഞ്ഞാൽ? ഷുഡ് ഗോ ടുഗദർ. ചൂല്. ചൂലെന്ന് പറഞ്ഞാൽ അതായത് സേവനം ചെയ്യുക. മാലയും നടക്കണം, അതേപോലെ സേവയും വേണം. വെറും മാല നടക്കില്ല, വെറും സേവയും നടക്കില്ല. കാരണം കലികാലമാണ്. ആർക്കും 24 മണിക്കൂർ ചെയ്യാൻ പറ്റില്ല. 10 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല ജപം. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് വേണം. അപ്പോൾ വെറൈറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. ഒരാളോട് പറയും 24 മണിക്കൂറിന് ചെല്ലാൻ പറഞ്ഞാൽ നാമം ചെല്ലാൻ പറഞ്ഞാൽ നടക്കില്ല. 24 മണിക്കൂർ പോയിട്ട് 10 മണിക്കൂർ ചെല്ലാൻ പറ്റില്ല. 2 മണിക്കൂറിന് നമ്മൾ ബുദ്ധിമുട്ടാണ് ചെയ്യുന്നത് പല ആൾക്കാരും. എല്ലാവരും ഞാൻ പറയുന്നില്ല. കാണിച്ചാൽ അത് കഴിഞ്ഞാൽ ദേ വാണ്ട് വെറൈറ്റീസ്, ദേ വാണ്ട് ടു ഡു സംതിങ് എൽസ്. ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലം നിന്ന് മാറി ഇരിക്കണം ഇല്ലേ? തോന്നുന്നില്ല നമുക്ക്? അവിടുന്ന് എഴുന്നേറ്റിട്ട് വേറെ സ്ഥലത്ത് ഇരിക്കാൻ തോന്നും. ഒരേ സ്ഥലത്ത് ഇരിക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ കലികാലത്തിന്റെ ഒരു ഇത്. കോൺസെൻട്രേഷൻ, ഫോക്കസ് കിട്ടില്ല നമുക്ക്. അപ്പോൾ വി വാണ്ട് വെറൈറ്റീസ്. അപ്പോൾ അങ്ങനെ വിവിധമായിട്ടുള്ള സേവകളിൽ ഏർപ്പെടണം. അപ്പോൾ അതിൽ ചാൻറ്റിങ് നടക്കണം, ഭഗവത്ഗീത, ഭാഗവതം ക്ലാസ് വേണം, മറ്റുള്ള ഡിവോട്ടീസ് ആയിട്ടുള്ള സത്സംഗം വേണം, ഡിസ്കസ് ചെയ്യണം, ഫെസ്റ്റിവൽസ് വേണം. എല്ലാം ഉള്ളപ്പോഴാണ് നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരേ ഒരു ആക്ടിവിറ്റി ആണെങ്കിൽ ഇപ്പം ശ്രവണം മാത്രം നടക്കില്ല, കീർത്തനം മാത്രം നടക്കില്ല. അതിനാണ് 9 വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റി തന്നിരിക്കുന്നത് അല്ലേ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മദേവൻ. അപ്പോൾ പല തലത്തിലുള്ള സേവകളും, അതായത് ഡിവോഷണൽ ആക്ടിവിറ്റി നമുക്ക് തന്നിരിക്കുന്നത്. ഭഗവാൻ അറിയാം ഒരേ ഒരു ആക്ടിവിറ്റി കൊടുത്താൽ ഫെഡപ്പാവും, ബോറാവും. കാരണം നമ്മൾ ആ ഒരു മെച്യൂരിറ്റി ലെവലിൽ എത്തിയിട്ടില്ല. ഹരിദാസ് ഠാക്കൂർ അല്ല നമ്മൾ, ആണോ? അല്ല.
ഹരിദാസ് ഠാക്കൂറിന്റെ ലെവലിൽ എത്തിയെങ്കിൽ ഒരു കുഴപ്പമില്ല, ചാനിങ് മാത്രം മതി. ഹരേ ഓക്കെ. കൃഷ്ണ പ്രഭുജി. ആ, പിന്നെ നമ്മളിങ്ങനെ ഇപ്പോ ഈ ഏഹ്, എന്താ പറയാ ഗ്ലോറിഫിക്കേഷൻ ഇങ്ങനെ ചൊല്ലുമല്ലോ, അതിപ്പോ മാറി മാറി ചൊല്ലണതാണോ നല്ലത്, അത് ഏതെങ്കിലും ഒന്നാണോ നമ്മള് സ്ഥിരമായിട്ട് ചൊല്ലേണ്ടത് പ്രഭുജി? ഗ്ലോറിഫിക്കേഷൻ അതായത് നമ്മള് ഭാഗവതം വായിക്കുന്നതിന് മുമ്പേ, ഭഗവത്ഗീത വായിക്കുന്നതിന് മുമ്പേ, അതാണോ? അതല്ല പ്രഭുജി, ഇങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, കുന്തി സ്തുതി, ഭീഷ്മസ്തുതി, ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്തുതികള്. ആ, അത് ഒന്ന് ബൈഹാർട്ട് ആയി കഴിഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് മാറിയെടുക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ എന്താ പറയുക, എല്ലാം പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ ഓക്കെ. ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോന്നാണ് ചെല്ലിണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊക്കെ ഇങ്ങനെ ഒരു കുറച്ചു കാലം കുന്തി പ്രേയസ്, അത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കത് ബൈഹാർട്ടായി, അല്ലെങ്കിൽ അത് ശരിക്കും ചെല്ലാൻ തുടങ്ങിയാൽ ഗജേന്ദ്ര പ്രേയസ്, ഭീഷ്മ പ്രേയസ്, ധ്രുവ പ്രേയസ്, പ്രഹ്ലാദ പ്രേയസ്, വൃത്രാസുര പ്രേയസ്, അങ്ങനെ ഒരുപാട് പ്രേയസ് ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം പതുക്കെ പതുക്കെ അങ്ങനെ നമുക്ക് എല്ലാം പഠിക്കാനും പറ്റും. ഓക്കെ താങ്ക് അങ്ങനെ യു. പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. ഓക്കെ താങ്ക് യു. ഓക്കെ. അടുത്ത് 437. एतैधांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा यथैधांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा. ये मंगला माता जी. हरे कृष्णा. प्रणाम प्रभुजी. हरे कृष्ण. ओम नमो भगवते वासुदेवाय. यथैधांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा. हरे कृष्ण. स्मिता माता जी. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. യഥൈധാംസി സമിദ്ധോഗ്നിർ ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. ഹരേ കൃഷ്ണ. प्रदीप प्रभु. हरे कृष्ण प्रभु. हरे कृष्ण. यदेदमिद्धग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तदा. हरे कृष्ण. ओके. श्यामला माता जी. हरे कृष्ण. नमो भगवते वासुदेवाय. यथैधांसि समिद्धोऽग्निर्भस्मसात् कुरुते अर्जुन ज्ञानाग्नि सर्वकर्माणि भस्मसात् कुरुते तथा. Okay. Translation. അല്ലയോ അർജുന, കത്തുന്ന തീ വിറകിനെന്ന പോലെ ജ്ഞാനമാകുന്ന അഗ്നി സർവ കർമ്മഫലങ്ങളെയും ഭസ്മമാക്കുന്നു. Very good. As a blazing fire turns fire to ashes, O Arjuna, so does the fire of knowledge burn to ashes all reactions to material activities. അപ്പോൾ വളരെ ആളിക്കത്തുന്ന തീയെ എങ്ങനെയാണോ മരങ്ങളെ അല്ലെങ്കിൽ വൃക്ഷങ്ങളെ അത് ഭസ്മമാക്കുന്നത്, അതേപോലെ നമ്മളുടെ ഈ ജ്ഞാനം നമ്മളുടെ എല്ലാ പാപകർമ്മങ്ങളെയും നശിപ്പിക്കുന്നു, ആഷസ് ആക്കുന്നു, ഭസ്മമാക്കുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം നല്ലൊരു സിമിലി, നല്ലൊരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ആ അഗ്നി വുഡിനെ, അതായത് മരത്തിനെ എങ്ങനെ ഭസ്മമാക്കുന്നു, അതേപോലെ ജ്ഞാനം നമ്മളുടെ പാപകർമ്മങ്ങളെ ഇല്ലാതാക്കും എന്നാണ് പറയുന്നത്. എന്നാൽ എങ്ങനെയാണ് ജ്ഞാനം പാപകർമ്മങ്ങളെ ഇല്ലാതാക്കുന്നത്? അതീന്ദ്രിയ ജ്ഞാനം, ഭഗവാനെ കുറിച്ചിട്ടുള്ള ജ്ഞാനം അല്ലേ പ്രഭുജി? അതെ. നാമജപാണോ ഉദ്ദേശിക്കുന്നത് പ്രഭുജി? അല്ലല്ല, ഇവിടെ ചോദിക്കുന്നത് ഈ ജ്ഞാനം, അതായത് ഫയർ ഓഫ് നോളേജ് ബേൺ ടു ആഷസ് ഓൾ റിയാക്ഷൻസ് ടു മെറ്റീരിയൽ ആക്ടിവിറ്റീസ്. അതായത് ഈ ജ്ഞാനം നമ്മളുടെ പാപകർമ്മങ്ങളെ എല്ലാം നശിപ്പിക്കും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് അറിയാൻ. അല്ല, ജ്ഞാനം മാത്രം മതിയോ? ആ ജ്ഞാനം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആ ജ്ഞാനം നമ്മള് വിജ്ഞാനമായിട്ട് മാറ്റണം, പ്രാക്ടിക്കലാക്കണം. പ്രാക്ടിക്കൽ ആക്കണം. അപ്പൊ ഇവിടെ ജ്ഞാനം ഉദ്ദേശിക്കുന്നത് പ്രാക്ടിക്കൽ നോളജ് ആണ്, അപ്ലൈഡ് നോളജ് ആണ്.
ഓക്കെ, അപ്പോൾ വെറും സിഗരറ്റ് വലി പാടില്ല, അത് ഹാനികരമാണ്, എനിക്ക് അറിവുണ്ട്, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ജ്ഞാനം, ഫയർ ഓഫ് നോളേജ് എന്ന് പറഞ്ഞാൽ ആ ഫയർ ഓഫ് പ്രാക്ടിക്കൽ റിയലൈസ് നോളേജ്, അപ്ലൈഡ് നോളേജ് ആണ്. അങ്ങനെ നമ്മൾ ആ ജ്ഞാനം വന്നാൽ നമ്മൾ അതനുസരിച്ച് ജീവിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാ പാപകർമ്മങ്ങളും നമുക്ക് മുക്തി കിട്ടും, അത് നശിക്കും എന്നാണ് പറയുന്നത്. So perfect knowledge of self and super self and of their relationship is compared herein to the fire. അപ്പോൾ ആത്മാവും, പ്രഭു പറഞ്ഞ പോലെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധത്തിനെ ഇവിടെ ഫയർ, അഗ്നിയായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. This fire not only burns up all reactions to impious activities but also all reactions to pious activities, turning them to ashes. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ അഗ്നി പാപകർമ്മങ്ങളെ മാത്രമല്ല പുണ്യകർമ്മങ്ങളെയും ഭസ്മമാക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇത് മനസ്സിലാവാത്ത ആൾക്കാർ അയ്യോ എൻ്റെ പുണ്യകർമ്മങ്ങളും പോയി കിട്ടുമല്ലോ, അത് പാടുണ്ടോ, ശരിയാണോ? പുണ്യകർമ്മങ്ങളല്ലേ നമുക്ക് വേണ്ടത്? തെറ്റായിട്ടുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട് അല്ലേ? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മംഗളമാതാജി? ഹരേ കൃഷ്ണ പ്രഭുജി. പാപകർമ്മങ്ങളെ മാത്രമല്ല പുണ്യകർമ്മങ്ങളെ പുണ്യകർമ്മങ്ങൾ ചെയ്ത് നമ്മളിവിടെ കുടുങ്ങാന്, വീണ്ടും ഇവിടെ ജനന മരണത്തിന് ചാൻസ് ഉണ്ടാകും. അതാണോ ഉദ്ദേശിക്കുന്നത് പ്രഭുജി? തീർച്ചയായിട്ടും. അപ്പൊ പയസ് ആൻഡ് ഇംപയസ് രണ്ടും സീറോ ആക്കണം. രണ്ടിലും ഒരു ഡിജിറ്റ്, ഒരു ഫിഗർ കാണാൻ പാടില്ല. പാപകർമ്മങ്ങളും സീറോ ആവണം, പുണ്യകർമ്മങ്ങളും. അപ്പൊ പുണ്യകർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ മർത്യലോകത്തില്, ഈ ഭൂമിയിലേക്ക് വരേണ്ടി വരും. അപ്പൊ നമുക്ക് മുക്തി കിട്ടില്ല, ഭഗവത് ധാമിൽ പോകാൻ പറ്റില്ല. അപ്പൊ രണ്ടിനെയും നശിപ്പിക്കണം, പാപകർമ്മങ്ങളും പുണ്യകർമ്മങ്ങളും. നമ്മൾ പറയുന്നില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം. ഓക്കെ, അത് നിർബന്ധമായും ചെയ്യണം. ഓക്കെ, എങ്ങനെ ചെയ്യണം? അതിന്റെ ഫലം ഇച്ഛിച്ചിട്ടായിരിക്കരുത്, അത് യാതൊരു എക്സ്പെക്ടേഷനും കൂടാതെ ആയിരിക്കണം. ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും ചെയ്യുന്നത് പുണ്യകർമ്മങ്ങൾ, പുണ്യ ക്രെഡിറ്റ്സ്, സുകൃതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഒരാൾക്ക് കൊടുത്താൽ എനിക്ക് നാളെ അതിന്റെ ഇരട്ടി കിട്ടും എന്നാണ് എല്ലാവരും പ്രതീക്ഷ. ഇന്ന് ഞാൻ ഒരാളെ സഹായിച്ചാൽ എന്നെ സഹായിക്കാൻ പിന്നീട് ഒരാളുണ്ടാവും എൻ്റെ ആപത്ത് കാലത്ത്. അതല്ല എല്ലാവരുടെയും ധാരണ അല്ലേ? പൊതുവെ ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ ഒരാളെ സഹായിച്ചാൽ എനിക്ക് ആപത്ത് വരുമ്പോൾ എന്നെ സഹായിക്കാൻ ഭഗവാൻ ആരെങ്കിലും പറഞ്ഞയക്കും. ഭഗവാൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റ്ലി ആയിട്ട് നമ്മളെ സഹായിക്കും. പക്ഷെ ഈ ഒരു എക്സ്പെക്ടേഷനോടുകൂടി, പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് പ്രശ്നം. അപ്പൊ എന്തായി? അത് പയസ് ക്രെഡിറ്റ് ആയി, പുണ്യകർമ്മമായി. അപ്പൊ ആ പുണ്യകർമ്മം നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ദേഹം എടുക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഭഗവതാമിൽ പോകാൻ പറ്റില്ല. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. ദിസ് ഫയർ നോട്ട് ഓൺലി ബേൺസ് അപ്പ് all reactions to impious activities but also all reactions to pious activities. പുണ്യകർമ്മങ്ങളെ നശിപ്പിക്കും, turning them to ashes. There are many stages of reaction in the making, reaction fructifying, reaction already achieved and reaction in priority. അതായത് പലതരത്തിലുള്ള സംചിത കർമ്മം പറഞ്ഞിട്ട് പല കർമ്മങ്ങളുണ്ടല്ലോ. അതായത് ബീജം, കൂട്ടം, പ്രാരാബ്ധം, അപ്രാരാബ്ധം പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളാണ് പറയുന്നത്. ചിലത് സീഡിലാണ്, ചിലത് സ്പ്രൗട്ട് ചെയ്യുന്നു, ചില ആൾറെഡി സ്പ്രൗട്ട് ആയിട്ടുണ്ട്, ചിലത് സ്റ്റോക്കിലാണ്. അങ്ങനെയുള്ള ഈ ഡിഫറെന്റ് സ്റ്റേജിലാണ് ഈ കർമ്മങ്ങൾ. അപ്പൊ നമ്മൾ പ്രാരാബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സ്പ്രൗട്ടായിട്ട് പ്ലാന്റായി, അത് പുഷ്പിച്ചു, ഫലമായി, റെഡി ടു എൻജോയ്, റെഡി ടു സഫർ. അപ്പോൾ ബിറ്റർ ഫ്രൂട്ട് ആണെങ്കിൽ സഫർ, സ്വീറ്റ് ആണെങ്കിൽ അത് നമ്മൾ എൻജോയ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം എവിടുന്നാണ് അതിന്റെ ഉത്ഭവസ്ഥാനം? എന്താണ് ഈ കർമ്മത്തിന്റെ ഉത്ഭവസ്ഥാനം? എവിടെയാണ്? ദ ഫസ്റ്റ് റീസൺ ഫോർ തോട്ട്സ് ചിന്തകളല്ലേ? അല്ല, അതിനു മുമ്പേ ഉണ്ട് അതിന്റെ ഉത്ഭവസ്ഥാനം, സോഴ്സ്. വാസനകളിൽ നിന്നാണ് കർമ്മം ഉണ്ടാവുന്നത്. വാസനകളിൽ നിന്ന്.
വാസന തീർച്ചയായിട്ടും നമ്മുടെ അത് അതിന്, പക്ഷെ അതിന്റെ മെയിൻ സോഴ്സ് ഇത് എന്താ പറയുക, അജ്ഞത, അവിദ്യ. അവിദ്യ, ഇഗ്നോറൻസ്. അതാണ് അതിന്റെ ഉത്ഭവസ്ഥാനം. അപ്പോൾ അങ്ങനെ അവിദ്യ കാരണം, അജ്ഞത കാരണം, അറിവില്ലായ്മ കാരണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നു. ചില കർമ്മങ്ങൾ പാപകർമ്മങ്ങളായിരിക്കും, ചില കർമ്മങ്ങൾ പുണ്യകർമ്മങ്ങളായിരിക്കും. അതിൻ്റെ പാപകർമ്മങ്ങൾക്ക് പാപഫലവും പുണ്യകർമ്മങ്ങൾ പുണ്യഫലം നമ്മളത് സ്റ്റോക്കിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ നമ്മളുടെ ആ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ അനുസരിച്ചിട്ട് ആ കർമ്മങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അത് ജന്മജന്മാന്തരമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അത് ചിലത് ഇൻ ദ മേക്കിംഗ്, ചിലത് ഫ്രക്ടിഫൈങ്, അത് ഫ്രൂട്ട്സ് വരിക, ചിലത് ആൾറെഡി അച്ചീവ്ഡ്, നമ്മൾ ആൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു, ചിലത് സ്റ്റോക്കിലാണ്. ബട്ട് നോളജ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഓഫ് ദ ലിവിങ് എനർജി ബേൺസ് എവറിഥിങ് ടു ആഷസ്. അപ്പം നമ്മളുടെ അതായത് നമ്മളുടെ അസ്തിത്വം, കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു മനുഷ്യ ജീവിതം നയിക്കും. ഇപ്പൊ നമ്മൾ മനുഷ്യ ജീവിതം അല്ലേ ചോദിച്ചാൽ 100% അല്ല. പല ആൾക്കാരും പല ലെവലിലായിരിക്കും, 10%, 20%, 30%, അങ്ങനെ പല അവരുടെ അഡ്വാൻസ്മെന്റിന്റെ ആ ലെവൽ അനുസരിച്ചിട്ട് ഇറ്റ് ഈസ് വെരിയിങ് ഡിഫറെന്റ് ഡിഗ്രി. അപ്പൊ നമ്മൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, നമ്മുടെ അസ്തിത്വം, നമ്മൾ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം എന്താണ്, ഉദ്ദേശം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മളുടെ ഈ കർമ്മഫലങ്ങളെല്ലാം നമുക്ക് ഭസ്മമാക്കി തരാൻ പറ്റും. അതാണ് when one is in complete knowledge, all reactions, both a priori and a post priori. Priori എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പുള്ളതും ഇനി വരാൻ പോകുന്നതും ആർ കൺസ്യൂംഡ്. കഴിഞ്ഞു പോയ ആ റിയാക്ഷൻസ്, പാപകർമ്മങ്ങള്, അതിനെ കത്തിച്ച് ചാമ്പലാക്കും, ഭസ്മമാക്കും. ഇനി വരാൻ പോകുന്നത് അതെന്താണ്? അതിനെങ്ങനെയാണ്? പോസ്റ്റ്രിയോറി. അതെങ്ങനെയാണ് നമുക്ക് നശിപ്പിക്കാൻ പറ്റുക? ഇവിടെ പറയുന്നുണ്ട്, വെൻ വൺ ഈസ് ഇൻ കംപ്ലീറ്റ്. അതിന്റെ മലയാളം എന്ന് വായിക്കും, ഈ പർട്ടിക്കുലർ ലൈനിന്റെ വെൻ വൺ ഈസ് ഇൻ കംപ്ലീറ്റ് നോളേജ്, ഓൾ റിയാക്ഷൻസ് ബോത്ത് എ പ്രയറി ആൻഡ് എ പോസ്റ്റ്രിയോറി. ദിവസത്തിന്റെ മൂലസ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം എത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മഫലങ്ങളും നശിച്ചുകൊള്ളും എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. അല്ല, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വേദങ്ങൾ ഘോഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, അതാണ് പ്രൊജി. അതിന് മുമ്പത്തെ വെൻ വൺ ഈസ് ഇൻ കംപ്ലീറ്റ് നോളേജ്, അങ്കുരാവസ്ഥ, അതാണോ ഇതിന്റെ പല പല സ്റ്റേജസ് ആണോ പ്രൊജി? ജീവസത്തയുടെ മൂലസ്വരൂപത്തെ കുറിച്ചുള്ള ജ്ഞാനം ഇവയെ മുഴുവൻ ഭസ്മീകരിക്കും. ഒരാൾ പൂർണ്ണ ജ്ഞാനാവസ്ഥയിൽ എത്തുമ്പോൾ കഴിഞ്ഞതും കഴിയാനിരിക്കുന്നതുമായ എല്ലാ കർമ്മങ്ങളും നശിച്ചുകൊള്ളും. വേദങ്ങൾ അതന്നെ നശിക്കും. അപ്പൊ കഴിഞ്ഞത് നമുക്കറിയാം, കഴിയാൻ പോകുന്ന എങ്ങനെ നശിക്കുക? അതായത് വരാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ സ്റ്റോക്കിൽ ഇപ്പൊ പ്രഭു പറഞ്ഞില്ലേ, വാസനകളെ, ഇംപ്രഷൻസ് ഒക്കെ പറഞ്ഞില്ലേ. അപ്പൊ നമ്മളുടെ സ്റ്റോക്കില് ഇനി വരാൻ പോകുന്ന ജന്മങ്ങളില്, അല്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിലെ, വർഷങ്ങളില് നമ്മൾ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നുണ്ട്. അതായത് നല്ലതോ ചീത്ത എന്തായിക്കോട്ടെ, അതെങ്ങനെ നശിപ്പിക്കാൻ പറ്റുക? അത് ഈ ജ്ഞാനം കൊണ്ട്. ആ ജ്ഞാനം, അത് എങ്ങനെ? ചാൻഡിങ്, ഭക്തിയുത സേവനം. അപ്പൊ അതിനെന്താ? അപ്പോ ഇതെല്ലാം ഇപ്പൊ സ്റ്റോക്കിൽ ഒരു സീഡ് ഫോമിലാണ്, ഒരു വിത്ത് ഫോമിലാണ്. അത് ജെർമിനേറ്റ് ചെയ്തിട്ടില്ല, ഇതേവരെ മുളച്ചിട്ടില്ല. അപ്പൊ അതിനെ നമ്മൾ ഈ ഭക്തിയുത സേവനത്തിലൂടെ, അതായത് പ്രധാനപ്പെട്ട നമ്മുടെ നാമജപത്തിലൂടെ അതിനെ ഫ്രൈ ചെയ്യാണ്. ഫ്രൈ ചെയ്യുമ്പോൾ അത് മുളയ്ക്കുമോ? വിത്ത് മുളയ്ക്കുമോ? മുളയ്ക്കില്ല. അതാണ് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന കർമ്മങ്ങളും നമുക്കില്ലാതെ ആക്കാൻ പറ്റും നമ്മൾ ആ ജ്ഞാനത്തില് വരാണെങ്കിൽ. അല്ല, ഭഗവാൻ അറിയുന്ന ജ്ഞാനം വേണം. ആ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്കത് വിജ്ഞാനമാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സേവനം. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ വെജിറ്റേറിയൻ
മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മനുഷ്യർ. അത് ജ്ഞാനമാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ അത് ഞാൻ ചെയ്യണം. വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അതും മാത്രമല്ല, അത് ഭഗവാന് ഓഫർ ചെയ്തിട്ട് കഴിക്കണം. അപ്പൊ ഇത് ആ ജ്ഞാനം ഒരു പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത് നോളേജ് ഈസ് പവർ എന്ന് സാധാരണ ഒരു ചൊല്ലുണ്ട്. അപ്ലൈഡ് നോളേജ് ഈസ് പവർ. വെറും ജ്ഞാനം പവർ അല്ല, അതിനെ ജ്ഞാനത്തിനെ വിജ്ഞാനമാക്കണം. അതാണ് കംപ്ലീറ്റ് നോളേജ്. വെൻ വൺ ഈസ് ഇൻ കംപ്ലീറ്റ് നോളേജ് ഓൾ റിയാക്ഷൻ ബോത്ത് എ പ്രയറി ആൻഡ് പോസ്റ്ററിയറി ആർ കൺസ്യൂംഡ്. കൺസ്യൂം പറഞ്ഞാൽ നശിപ്പിക്കും. ഇൻ ദ വേദാസ് ബൃഹദാരണ്യക ഉപനിഷത്ത് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഉഭേ ഉഹൈ വൈഷ എറ്റ്സെട്ര ഏതേ ഉഭേ ഉഹൈ വൈഷ ഏതേ തരതി അമൃത സാധു അസാധുണി. വൺ ഓവർകംസ് ബോത്ത് ദ പയസ് ആൻഡ് ഇംപയസ് റിയാക്ഷൻസ് ഓഫ് വർക്ക്. ഇത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. സുഹൃതിയും ദുഷ്കൃതിയും രണ്ടിൻ്റെയും റിയാക്ഷൻസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്നാണ് ബൃഹദ് ആരണ്യക ഉപനിഷത്ത്. അപ്പോൾ പല ആൾക്കാർക്കും ഞാൻ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, ധർമ്മം ഞാൻ ഫോളോ ചെയ്യുന്നു. എന്തിനാണ്? പുണ്യത്തിന് വേണ്ടിയിട്ട്, അല്ലേ? 99% ആൾക്കാരും എന്താണ്? പുണ്യം ചെയ്യണം. പുണ്യം ചെയ്യുന്നത് ശരിയാണ്. പക്ഷെ ആ പുണ്യത്തിന് എങ്ങനത്തെ പുണ്യമായിരിക്കണം? ആ പുണ്യം അതിന് ഒരു റിസൾട്ട് പാടില്ല, അങ്ങനത്തെ പുണ്യമായിരിക്കണം. പക്ഷെ പൊതുവെ എല്ലാവരും തെറ്റിദ്ധാരണ എന്താണെങ്കിൽ പുണ്യം എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ അത് എന്നെ സഹായിക്കും എന്നുള്ള ചിന്തയാണ് എല്ലാവരുടെയും മനസ്സിൽ. അത് ഭഗവത്ഗീത ശരിക്കും വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. പറഞ്ഞു കൊടുത്താലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. സാധാരണ ആൾക്കാരുടെ കാര്യം പറഞ്ഞത് അക്സെപ്റ്റ് ചെയ്യില്ല. ആ പ്രഭു, ഞാനേ വെറുതെ പറഞ്ഞു, ഇവിടെ ബാക്കിൽ വൈഫ് ഇരിക്കുന്നുണ്ട്, വെറുതെ പറഞ്ഞു. അച്ഛാ, ഓക്കെ. എന്തെങ്കിലും ഇതില് ക്വസ്റ്റ്യൻസ്? ഹരേ കൃഷ്ണ പ്രഭുജി. പറയൂ. അതെ, ഇപ്പൊ ഇതില് പുണ്യകർമ്മത്തിനെ കുറിച്ചിട്ട് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആർക്കെങ്കിലും ഇപ്പൊ ദാനം കൊടുക്കുമ്പോ അതിന്ന് പുണ്യം കിട്ടാനുള്ള ചാൻസ് ഇല്ലേ പ്രഭുജി? അപ്പൊ ആ ആറ്റിറ്റ്യൂഡ് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആഗ്രഹിച്ചാലേ കിട്ടുള്ളൂ. ഞാൻ ഇതൊരു ഭക്തി, ഞാനിപ്പോ ഒരു പ്രസാദം കൊടുക്കുന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് സാധാരണ ഒരാളുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്രാദ്ധത്തിനോ അവരുടെ ആനിവേഴ്സറിക്കോ പല ആൾക്കാരും അനാഥാശ്രയത്തിൽ പോയിട്ട് ഇത് കൊടുക്കും, ഭക്ഷണം കൊടുക്കും. പ്രസാദമല്ല, ഭക്ഷണം. അപ്പോ അവരുടെ മനസ്സിൽ എന്താണ്? എന്തിനാണ് അവർ കൊടുക്കുന്നത്? സാധാരണ ആൾക്കാരുടെ കാര്യം പറഞ്ഞു. മരിച്ച ആൾക്കാർക്ക് നല്ലത് വരാൻ വേണ്ടിട്ടല്ലേ അവര് ചെയ്യുന്നത്? അതും ആണ്. പക്ഷെ അതല്ലാതെ ഇത് ഇവർക്കും ഗുണം ചെയ്യും അല്ലെങ്കിൽ നാളെ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നു. നാളെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ വേറെ വല്ലവരെയും ഭഗവാൻ നിമിത്തമാക്കിയിട്ട് എനിക്കും ഒരു സഹായം കിട്ടും. നേരെ മറിച്ച് ഒരു ഭക്തൻ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ഒരു കടമയാണ് അനാഥ കുട്ടികൾക്ക് പ്രസാദം കൊടുക്കുന്നത്, ഭക്ഷണമല്ല, ആഹാരമല്ല. ആ പ്രസാദത്തിലൂടെ അവരുടെ കോൺഷ്യസ്നെസ് പ്യൂരിഫൈ ചെയ്യണം. അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പൊ അവിടെ പയസ് ക്രെഡിറ്റ് കിട്ടില്ല. നമ്മുടെ ഉദ്ദേശം അവരെ ഉദ്ധരിക്കുക പ്രസാദം കൊടുത്തിട്ട്. അവിടെ നമുക്ക് ആ പുണ്യഫലം കിട്ടില്ല. അവിടെ സീറോ ആണ്, റിയാക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താ, അതനുസരിച്ചിരിക്കും പുണ്യകർമ്മത്തിന്റെ ഫലം കിട്ടുമോ കിട്ടില്ലേ തീരുമാനിക്കുക. ഓക്കെ മാജി. പിന്നെ പ്രഭുജി, ചില ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ ഭഗവാന് വെച്ചിട്ട് പൈസ അങ്ങനെ അത് കൊടുത്താൽ മതി. ഇങ്ങനെ ചില ആൾക്കാർ ഭിക്ഷയ്ക്കൊക്കെ വരുമല്ലോ. ഭഗവാന്റെ മനസ്സിലായില്ല, ഭഗവാന് കൊടുത്തത് അതായത് നമ്മളെ കൊടുക്കണതിന്റെ മുന്നേ ഭഗവാന് വെച്ചതിന് ശേഷം കൊടുത്താൽ മതി എന്നുള്ളത്, അങ്ങനെയും പറയണ. ഓക്കെ, അങ്ങനെ കൊടുത്തോണ്ട് നല്ലതാണ്. പക്ഷേ ആ പൈസ നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് തെളിവ്? അത് ഉറപ്പില്ല.
നമ്മളിപ്പോൾ അറിയുന്ന ആൾക്കാർക്ക് കൈയറിഞ്ഞ് ദാനം കൊടുക്കണം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആള് അത് തെറ്റായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ പാപത്തിന്റെ ഒരു ഭാഗം നമ്മളും സഫർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ കൊടുക്കാതിരിക്കാൻ നല്ലത് അല്ലേ? കൊടുത്തയക്കുക മീൻസ് കൊടുക്കാതെ ഇരിക്കുകയാണോ നല്ലത് പ്രഭുജി? അപ്പോ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എഗെയിൻ ആർക്കാണ് കൊടുക്കേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. കൈ അറിഞ്ഞ് ദാനം ചെയ്യുക പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ എന്നെ വേണ്ടപ്പെട്ടവർ നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സ് ആണ്, അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസിന് പൈസ വേണം, ഓക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസിക്ക്, അതൊക്കെ നമ്മളുടെ ഒരു കടമയായിട്ട് വരും. അറിയാത്ത ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ കൈ അറിഞ്ഞ് കൊടുക്കണം, അല്ലെങ്കിൽ അത് നമുക്ക് ഒരു വിനയായിട്ട് മാറും. ഓക്കെ. അതുകൊണ്ടാണ് വേദങ്ങൾ പറയുന്നത് ബ്രാഹ്മണന്മാർക്ക് കൊടുക്കണമെന്ന്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ ബർത്ത്. അറിവുള്ളവൻ. അതായത് ഇത് ഭക്തിയുത സേവനത്തിന്, അവരുടെ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഭക്തിയുത സേവനത്തിന് ഉപയോഗിക്കണം, എല്ലാവരുടെയും ഉദാഹരണത്തിന് ഉപയോഗിക്കും. അപ്പം നമുക്ക് ഭക്തി ക്രെഡിറ്റ് കിട്ടും, സ്പിരിച്വൽ ക്രെഡിറ്റ് കിട്ടും. പയസ് ക്രെഡിറ്റ് അല്ല, പയസ് ക്രെഡിറ്റും സ്പിരിച്വൽ ക്രെഡിറ്റും വ്യത്യാസമുണ്ട്. പയസ് ക്രെഡിറ്റ് പറഞ്ഞാൽ പുണ്യമാണ്, മറ്റേത് ആധ്യാത്മിക തലത്തില്. അതുകൊണ്ട് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റൂ, അല്ലാണ്ട് ഭൗതിക ലോകത്തിലേക്ക് വരില്ല. ക്ലിയർ ആയി മാജി? ക്ലിയർ ആയി. അപ്പൊ ദാനം കൊടുക്കരുതെന്നല്ല പറയുന്നത്, ദാനം അർഹിക്കുന്ന ആൾക്കാർ കൊടുക്കുക. അതും നമ്മുടെ 18 ഏത് ചാപ്റ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്? അതായത് 3 ഗുണത്തിലുള്ള ഇത് അല്ലല്ല അല്ലല്ല ഏത് ചാപ്റ്ററിലാണത് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്? 3 തരത്തിലുള്ള ദാനങ്ങൾ, 3 തരത്തിലുള്ള ഓരോ കർമ്മങ്ങളും 16 അല്ലേ? അത് വായിച്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഓരോ കാര്യങ്ങളും. ഓക്കെ, ദാനം സത്വഗുണത്തിലുണ്ട്, രജോ ഗുണത്തിലുണ്ട്, തമോ ഗുണത്തിലുണ്ട്. ഏതാണ് സത്വഗുണത്തിലെ, ഏതാണ് രജോ ഗുണത്തിലെ, ഏതാണ് തമോ ഗുണത്തിലെ? അതേപോലെ ഓരോ ആക്ടിവിറ്റിയും, ദാനം മാത്രമല്ല, ഒരു കാര്യം എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഓരോ ആക്ടിവിറ്റിയും ഈ 3 ഗുണത്തിലുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് സത്വഗുണത്തിലായിരിക്കണം. അപ്പൊ ആർക്ക് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇതെല്ലാം കർമ്മകാണ്ഡത്തിലാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാവേണ്ട ഇത് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. നമ്മളൊരു ശുദ്ധ തലത്തിൽ എത്തിയിട്ടില്ല. നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, സേവനം ചെയ്യുന്നു, എങ്കിലും കൂടി നമ്മളെ വൈദ്യ സാധന ഭക്തി ചെയ്യുന്നതുകൊണ്ട് ആ ലെവലിലാവേണ്ട ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം, വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. അതായത് പ്രതിഫലം ഇച്ഛിക്കാതെ നമ്മൾ ഈ ധർമ്മം ഫോളോ ചെയ്യണം. ധർമ്മം ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ്. ധർമ്മത്തിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ശുദ്ധ ഭക്തനായി എനിക്ക് ധർമ്മം ഒന്നും ആവശ്യമില്ല, ഞാനൊക്കെ എന്ത് വേണം ചെയ്യാൻ, അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ധർമ്മം, നീതി, പിന്നെ സ്പിരിച്വാലിറ്റി, ഓക്കെ, ഇതിന്റെ മീതാണ്. ധർമ്മത്തിന്റെ മീതിയും വരും ജസ്റ്റിസ്, നീതിശാസ്ത്രം, ധർമ്മശാസ്ത്രം, നീതിശാസ്ത്രം, പിന്നെ ആത്മീയം, അങ്ങനെ പോവും. ഓക്കെ, വേറെ എന്തെങ്കിലും? ഒരു ശ്ലോകം കൂടി എടുക്കാനുള്ള സമയമുണ്ടോ മാതാജി? നമ്മുടെ മാതാജി ഇരിക്കുന്ന ക്ലാസ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഒന്നുകൂടി എടുക്കാം. ഒന്നുകൂടി എടുത്തോടെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, 4.38 നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തത് സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഓക്കെ, മംഗളമാതാജി.
ഹരേ കൃഷ്ണ. പ്രവചിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തൽസ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. സ്മിതം പ്രദീപ് പ്രഭു. ഹരേ കൃഷ്ണ. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തത്സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നഹി ജ്ഞാനേന സദൃശം പവിത്രം ഇഹ വിദ്യതേ തൽ സ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. ഇവർക്കും ഭാരതം വേദാന്ത സ്വാമി ചെറുപ്പവാദർപ്പിച്ച് ഈ ലോകത്തിൽ അതീന്ദ്രിയ ജ്ഞാനം പോലെ പരിശുദ്ധവും ശ്രേഷ്ഠവുമായി മറ്റൊന്നുമില്ല. ആ ജ്ഞാനം ആധ്യാത്മിക ദർശനത്തിന്റെ പരിപക്വ ഫലമാണ്. ഭക്തിയോഗ പരിശീലനത്തിൽ പ്രാവീണ്യം നേടിയ ഒരാൾക്ക് കാലക്രമേണ ഈ ജ്ഞാനം സ്വയം ആസ്വദിക്കാൻ കഴിയും. ഹരിബോൾ. In this world, there is nothing so sublime and pure as transcendental knowledge, Andindriya Jnana. Such knowledge is the mature fruit of all mysticism, and one who has become accomplished in the practice of devotional service enjoys this knowledge within himself in due course of time. അപ്പോൾ ഭഗവാൻ വളരെ അടിവരയിട്ടിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് അതീന്ദ്രിയ ജ്ഞാനത്തെ പോലെ ശ്രേഷ്ഠവും മഹത്വമായിട്ടുള്ള ഒരു ജ്ഞാനം ഇല്ല എന്നാണ് പറയുന്നത്. ഭൗതിക ജ്ഞാനമല്ല. ഭൗതിക ജ്ഞാനം എന്തിനാ നമ്മളെ സഹായിക്കുക? ഇവിടെ തന്നെ ജന്മം. അതായത് നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ, ഓക്കെ, ഒരു പ്രശ്നമില്ലാണ്ട് നന്നായിട്ട് ജീവിക്കാൻ നമ്മളെ, ഓക്കെ, നല്ല കംഫർട്ടബിളായിട്ട് ജീവിക്കാൻ, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാനൊക്കെ നമ്മളെ സഹായിക്കും. പക്ഷേ ഇവിടുന്ന് തിരിച്ച് നമ്മളുടെ സുധാമത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഭൗതിക ജ്ഞാനം കൊണ്ട് നടക്കില്ല. അപ്പം നമ്മുടെ സ്കൂളും കോളേജും യൂണിവേഴ്സിറ്റിയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ജ്ഞാനം ഫിസിക്കൽ നോളജാണ്, ഗ്രോസ് ലെവലിലുള്ള നോളജാണ്. നമ്മളുടെ ആ ഫിസിക്കൽ, ഈ ബോഡി ഇതെങ്ങനെ ഉണ്ടായി, ഈ ബോഡിയിൽ എന്തെല്ലാം എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം എങ്ങനെയാണ്, ഇതിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, ബോഡി അതേ ഗ്രോസ് ലെവലിൽ. ഓക്കെ, ഒരാൾക്ക് കണ്ണുവേദന വന്നാൽ ഡോക്ടർ അത് പോയാൽ അദ്ദേഹം റിപ്പയർ ചെയ്യും, അല്ലേ, ചിലപ്പോൾ സർജറി ചെയ്യും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഫിസിക്കൽ ലെവലിൽ നമ്മളുടെ ഭൗതിക നോളജ്, സയൻസും ടെക്നോളജിയും എല്ലാം അതിനെ മാത്രമേ പരിഹാരം ചെയ്യുന്നുള്ളൂ. മൈൻഡ്, ഇൻ്റലിജൻസ്, ഫാൾസ് ഈഗോ, സട്ടിൽ ബോഡി, ഈ സട്ടിൽ ബോഡിയുടെ ജ്ഞാനവും ആത്മാവിൻ്റെ ജ്ഞാനവും ഇവിടുത്തെ ഭൗതിക തലത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ നമുക്ക് പറഞ്ഞു തരുന്നില്ല. അവർക്ക് അതിനുള്ള അറിവില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിലും ശ്രേഷ്ഠമാണ്, അതിലും മഹത്വമാണ് അതീന്ദ്രിയ ജ്ഞാനം. അതാണ് പറയുന്നത്, ദർ ഇസ് നത്തിങ് സോ സബ്ലൈം ആൻഡ് പ്യുവർ ആസ് ട്രാൻസെൻഡ് നോളജ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ആൾക്കാർ PhD എടുത്തിട്ടുണ്ട്, പോസ്റ്റ് ഡോക്ക് എടുത്തിട്ടുണ്ട്, അങ്ങനെ സയൻറ്റിസ്റ്റ് ആയിട്ടുണ്ട്, ടെക്നോളജിസ്റ്റ് ആയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ജ്ഞാനം എന്താണ്? ലിമിറ്റഡ് ആണ്. അവരുടെ ജ്ഞാനം ഈ ഗ്രോസ് ആയിട്ടുള്ള ഈ 23 എലിമെന്റ്സിന്റെ ഉള്ളിൽ കടന്നു കളിക്കുന്നതാണ്. എന്താണ് ഈ 23 എലിമെന്റ്സ്? പഞ്ചഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഉള്ളൂ. ഇതെല്ലാം മെറ്റീരിയലാണ്, ഭൗതിക തലത്തിൽ. അതിനപ്പുറത്ത് ആത്മാവിനെ പറ്റിയിട്ടുള്ള ഈ 23-ലും അതിലും മെയിനായിട്ട് എന്താണ്? അതിലും മനസ്സിനെ അവർ ടച്ച് ചെയ്യുന്നില്ല. ഫാൾസീവിനെ പറ്റി അറിയില്ല. ബുദ്ധിയെ പറ്റി അവരെപ്പോഴും ഒരു മെഷീൻ വർക്ക് ചെയ്യുന്ന പോലെയാണ്. ബുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലുള്ള ഒരു സബ്സ്റ്റൻസ്. ഓക്കെ, നമുക്ക് ഒരാളോട് പറയണം ബുദ്ധിയെ തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ, മനസ്സിനെ തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ, ഫാൾസീവിനെ തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് സയന്റിസ്റ്റിനെ തൊട്ട് കാണിച്ചു തരാൻ പറ്റുമോ? അവർക്ക് എവിടെ ഇതിന്റെ ലൊക്കേഷൻ അറിയാൻ പറ്റുമോ?
ഇത് സട്ടിലാണ്. അവർക്ക് അതിനെപ്പറ്റി അറിവില്ല. അവർക്ക് ഗ്രോസ് ആയിട്ടില്ല. ബ്രെയിൻ എവിടെയാണ്, ഹാർട്ട് എവിടെയാണ്, കിഡ്നി എവിടെയാണ്, അതൊന്നും കാര്യങ്ങളൊക്കെ എല്ലാം അറിയാം. അതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് അവർ പഠിച്ചിട്ടുണ്ട്, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി എങ്ങനെ വർക്ക് ചെയ്യുന്നു, മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഫാൾസ് ഈഗോ എന്താണ് അതിന്റെ ഫങ്ഷൻ, സോൾ എന്താണ്, അതിനുപരിയായിട്ട് സോൾ എന്താണ്, ഇതൊന്നും ടു സെർട്ടൺ ലെവൽ മൈൻഡും ബുദ്ധിയൊക്കെ കുറച്ച് അറിയാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പൂർണ്ണമായിട്ട് അവർക്ക് ഇപ്പോഴും അറിയില്ല. എന്നിട്ടല്ലേ ആത്മാവിനെ പറ്റി അറിയുള്ളൂ. അപ്പൊ ഈ അതീന്ദ്രമായിട്ടുള്ള ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് ആ ടോട്ടലി സട്ട്ലസ്റ്റ് ആയിട്ടുള്ള നോളജാണ്, ആത്മാവിനെ പറ്റിയിട്ടുള്ള നോളജാണ്. ഈ ആത്മാവ് എവിടുന്ന് വരുന്നു, ആരാണ്, എന്താണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ, ഇതിന് വല്ലവരും ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടോ, ഇൻഡിപെൻഡന്റ് ആണോ, ഇത് എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു, എന്നാണ് ലക്ഷ്യം, ഇതൊന്നും അവർക്ക് അറിയില്ല. ആർക്ക്? ഭൗതികവാദികൾക്കറിയില്ല. അപ്പൊ ഈ ജ്ഞാനം എന്താണ്? മെച്യൂർ ഫ്രൂട്ട്, പക്വത വന്നിട്ടുള്ള ഒരു പഴം ഓഫ് ഓൾ മിസ്റ്റിസിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൗതികത, മെറ്റീരിയൽ നോളജ് അല്ല, സ്പിരിച്വൽ നോളജ് ആണ് മെച്യൂർ ഫ്രൂട്ട്, അല്ലേ? So, and one who has become accomplished in the practice of devoted service enjoys this knowledge within himself in due course of time. അപ്പോൾ ഈ തലത്തിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള, ഉദ്ധരിക്കപ്പെട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഡിവോഷണൽ സർവീസ് അല്ലെങ്കിൽ ഭക്തി സേവനം ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഉദ്ധരിക്കാൻ ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, ഇമ്മീഡിയറ്റ്ലി അല്ല, ആസ് വി പ്രോഗ്രസ്, ആസ് വി പ്രാക്ടീസ്, നമുക്ക് അത് ആർജിച്ചെടുക്കാൻ പറ്റും. അതായത് അതിൻ്റെ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്ന് പറയുന്നത്. അല്ലാതെ വെറും ഭൗതിക തലത്തിലുള്ള ആ ജ്ഞാനം കൊണ്ട് നമ്മൾക്ക് എവിടെ എത്തില്ല. കംഫർട്ടബിൾ ലൈഫ് ഉണ്ടാവും. ആ കംഫർട്ടബിൾ ലൈഫും സബ്ജക്റ്റ് ടു മെനി ഫാക്ടേഴ്സ്. എല്ലാവർക്കും വന്നോളം കിട്ടിക്കോളം നിർബന്ധമില്ല. അതിൽ കർമ്മം ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാവർക്കും നമുക്ക് പൈസ ഉണ്ടെങ്കിലും ശരി, നമുക്ക് ആൾക്കാരുണ്ടെങ്കിലും ശരി, നമുക്ക് എപ്പോഴും സുഖം സമാധാനം ഉണ്ടായിക്കൊണ്ട് നിർബന്ധമില്ല. ഉണ്ടോ? അതുകൊണ്ടാണ് സബ്ജക്റ്റീവ് ആണ് അതൊക്കെ, ഈ നോളജ് എല്ലാം. Purport. When we speak of transcendental knowledge, we do so in terms of spiritual understanding. അപ്പോൾ ട്രാൻസെൻഡന്റ് നോളജ് പറഞ്ഞാൽ ആത്മീയ ജ്ഞാനം. As such, there is nothing so sublime and pure as transcendental knowledge. Ignorance is the cause of our bondage and knowledge is the cause of our liberation. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഗ്നോറൻസ് എന്താണ്? അവിദ്യ ഈസ് ദ കോസ് ഓഫ് അവർ ബോണ്ടേജ്. നമ്മളുടെ ബന്ധനത്തിലെ കാരണം അവിദ്യയാണ്. അവിദ്യയാണ് നമ്മൾ പാപകർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. ആൻഡ് നോളജ് ഈസ് ദ കോസ് ഓഫ് അവർ ലിബറേഷൻ. ആ ജ്ഞാനമാണ് നമ്മളുടെ മുക്തിക്കുള്ള വഴിയും കാണിച്ചു തരുന്നത്. അപ്പോൾ ഇഗ്നോറൻസ് ഈസ് എ കോസ് ഓഫ് എ ബോണ്ടേജ്. നമ്മളെ ബന്ധിപ്പിക്കുന്നത് അവിദ്യയാണ്, അജ്ഞതയാണ്. നമുക്ക് മുക്തി തരുന്നത് അതീന്ദ്രിയജ്ഞാനമാണ്, നോളജ്. ദിസ് നോളജ് ഈസ് എ മെച്യൂർ ഫ്രൂട്ട് ഓഫ് ഡിവോട്ടഡ് സർവീസ്. അപ്പൊ ഈ ജ്ഞാനമാണ് ഭക്തി സേവനത്തിന്റെ പരിപക്വമായിട്ടുള്ള ആ ഫലം. And one is situated in transcendental knowledge. He need not search for peace elsewhere. അപ്പൊ ഈ ജ്ഞാനത്തില് ആ തലത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനം എവിടെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഫോർ ഹി എൻജോയ്സ് പീസ് വിത്തിൻ ഹിംസെൽഫ്. അവനവന്റെ ഉള്ളിൽ തന്നെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് എന്താണ് പറയുന്നത്? ആത്മാരാമം, അല്ലേ? അല്ല പറയാ. അപ്പോ സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അവര്. നമ്മള് സന്തോഷ സമാധാനം പുറത്താണ് അന്വേഷിക്കുന്നത്. സന്തോഷ സമാധാനം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമ്മൾ അന്വേഷിക്കുന്ന എവിടെ? മോളിലും തിയേറ്ററിലും ക്ലബിലും അവിടെ ഇവിടെയൊക്കെ നമ്മള് സന്തോഷം. പക്ഷെ ആ സന്തോഷ സമയം നമ്മുടെ ഉള്ളിലുണ്ട്, അത് അറിയുന്നില്ല. So peace elsewhere. For he enjoys peace within himself. In other words, this knowledge and peace culminate in Krishna consciousness. That is the last word in the Bhagavad Gita. അപ്പോൾ ഈ ജ്ഞാനവും ഈ സമാധാനവും
കൾമിനേറ്റ് എവിടെ ചെയ്യുന്നത്? കൃഷ്ണ കോൺഷ്യസിലാണ് കൾമിനേറ്റ് ചെയ്യുന്നത്, ചെന്ന് ചേരുന്നത് കൃഷ്ണ കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കിതെല്ലാം കിട്ടും. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് വേർഡ് ഇൻ ദ ഭഗവത്ഗീത. ഇതാണ് ഭഗവത്ഗീതയുടെ എസെൻസ്, ലാസ്റ്റ് വേർഡ് എന്നാണ് പറയുന്നത് ഭഗവാൻ. ടെക്സ്റ്റ് 39 അടുത്ത ക്ലാസ്സിൽ മൂന്ന് ശ്ലോകം എടുത്തു അല്ലേ നമ്മള്? 36, 37, 38. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंदे, हरि हरि बोल, हरे कृष्ण.